പറഞ്ഞത് ജനം CPM-നെ മടുത്തതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇത്രയും വലിയൊരു ഒരു ഹൈയിലേക്ക് എത്തിയത് എന്നാണ്. നോക്കൂ, ജനം CPM-നെ മടുത്തു എന്നതിനപ്പുറത്ത് ജനം പിണറായി വിജയനെ വെറുത്തു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. പിണറായി, ഞാനത് ഈ റിസൾട്ടിന് മുമ്പ് എല്ലാ ചർച്ചയിലും ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്, ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് ഗവൺമെന്റ് എന്നതിനേക്കാൾ ഉപരി ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് പിണറായി വിജയൻ ആയിരുന്നു എന്നത് വ്യക്തമാണ്. അത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്. അതിനോടൊപ്പം തന്നെ നേരത്തെ ശ്രീ സിബി സത്യം പറഞ്ഞതുപോലെ പല CPM-നുള്ളിൽ ഇടതുപക്ഷത്തിൻ നയങ്ങളിൽ നിന്ന് വ്യതിയാനമുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞവരെ കോൺഗ്രസ് പക്ഷത്ത് കൊണ്ടുവരാനും കോൺഗ്രസ് ആണ് യഥാർത്ഥ ലെഫ്റ്റ് എന്നവരെ ബോധ്യപ്പെടുത്തി കൂടെ കൂട്ടാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഞങ്ങളുടെ വൈബ്രൻസിയല്ലേ കാണിക്കുന്നത്. KC വേണുഗോപാലിന്റെ കൂടി മിടുക്കാണ്. അദ്ദേഹത്തിന്റെ തെറ്റെന്താ? KC വേണുഗോപാലും ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ടീമാണ് കോൺഗ്രസിനെ UDF-നെ നയിച്ചത്, ഒരു സംശയമില്ല. അപ്പോ അങ്ങനെ അവിടെയുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ മത്സരിപ്പിക്കാൻ കാണിച്ച മുന്നൊരുക്കം എന്ന് പറയുന്നത് പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ വൈബ്രൻസിയാണ്. ഇനി ഒരു കാര്യം കൂടി, 60 സീറ്റിൽ താഴെ മണ്ഡലം പുനർനിർണയത്തിന് ശേഷം പോയിട്ടില്ലാത്ത CPM-നെ കേരള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റിയത് അത് ആന്റി ഇൻകൺവൻസ് കൊണ്ട് മാത്രമാണ് എന്ന് വായിച്ചെടുക്കരുത്. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, താങ്കൾ അത് റീഡ് ചെയ്യുന്നതിന്റെ കുറ്റമാണ്. പിണറായി ഭരണം അടുത്തു എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. അത് UDF-ന്റെ മേന്മയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. UDF-ന്റെ മേന്മ ഉണ്ട്, പക്ഷെ അത് അത്ര കണ്ട് കാണേണ്ട. അത് പിണറായിക്കെതിരെയുള്ള ഒരു ജനവിധിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുമാണ്, പക്ഷെ അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റിയത്, അതായത് പിണറായിക്കെതിരായ ജനവിധി ഒരു 80-85-90 സീറ്റിൽ നിൽക്കേണ്ടതിനെ കൃത്യമായ സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ചാലുകീറി പുഴയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഘടനാ സംവിധാനം കൃത്യമായി പാർട്ടിയെ ചലിപ്പിക്കുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ കേരള ചരിത്രത്തിൽ കോൺഗ്രസിന് 63 MLA-മാർ നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. ഇത്തവണ ഉണ്ടായത് അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ജയരാജ് ഉത്തരം പറയാൻ 1960-63 ആയിരുന്നു കേട്ടോ, അന്ന് ഈ സംഖ്യയായിരുന്നു ആ സർക്കാർ. പക്ഷേ പിന്നീട് ആ സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നില്ല, ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു മുന്നണിക്കുള്ളിൽ പോലും. അന്ന് 63 ആയിരുന്നു സംഖ്യ 1960-ൽ. കോൺഗ്രസിന് 63 ആയിരുന്നു. ഒരു ഇലയിലൊക്കെ ഉണ്ടാവില്ല. കംഫർട്ടബിൾ മജോറിറ്റി, കംഫർട്ടബിൾ ഗവൺമെന്റ്, അതായിരിക്കും ഇതോടെ ഉണ്ടാവുക. ഒരു 3 പ്രധാനപ്പെട്ട ചോദ്യം 10 സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കാം. CPM ഉള്ളിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി, ഇപ്പൊ കോൺഗ്രസിനുള്ളിലെ വാർത്തകളെല്ലാം അംഗീകരിക്കാമെങ്കിൽ CPM-ൽ നിന്ന് വാർത്തകൾ നമ്മൾ